ഓക്കെ, എല്ലാവരും ലൈവിലുണ്ടല്ലോ അല്ലേ? അതെ മാം, കേൾക്കാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. 188 മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ ഞാനും സജ്ന മാമും അടക്കം 11 പേരാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഒരു 10-50 പേർക്കെങ്കിലും ജോയിൻ ചെയ്യായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഈ മോർണിംഗ് ബാച്ചിൽ ഫസ്റ്റ് എടുത്ത ക്ലാസ്സിൽ ഞാൻ ഗ്രോത്ത് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ ഫിക്സഡ് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു രണ്ടാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മുടെ ഒരു സക്സസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ആ ഒരു ന്യൂറോൺ പാത്വേ രൂപപ്പെടുന്നത് വരെ നമ്മൾ ക്ഷമയോടുകൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചു. ഇന്നും അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് ഒരു സക്സസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ആൾക്കാരാണ്. പക്ഷെ ആ മൈൻഡ് സെറ്റിനെ കുറച്ചുകൂടി സക്സസ്ഫുൾ ആക്കി എടുക്കണം. സക്സസ്ഫുൾ ആക്കി എടുക്കുന്നതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. കുറച്ച് കാര്യം മാത്രം നമുക്ക് ഇന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോവാം. നമുക്ക് ആകെ അരമണിക്കൂറല്ലേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്, നമുക്ക് എവിടെയാണ് പ്രശ്നം വന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതായത് നമ്മൾ ലേൺ ചെയ്യണം. നമ്മുടെ ഫെയിലിയറെ നമ്മൾ ലേൺ ചെയ്യണം. നമ്മളെ എല്ലാ ഫെയിൽസും എടുക്കുക, എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിയത് എന്നുള്ളത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിൽ എന്റെ ഫസ്റ്റ് ക്ലാസ് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഫസ്റ്റ് ക്ലാസ് ആണ് മാം. ഞാനും. ഓക്കെ, അപ്പൊ എന്നെ പരിചയം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഇല്ല. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജാസ്മിൻ. ഞാൻ വിംബിൾ അക്കാഡമിയിൽ കമ്മ്യൂണിക്കേഷൻ കോച്ചായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ലൈഫ് കോച്ചിങ്ങിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഓക്കെ, കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. മോള് 10ാം ക്ലാസ്സിലും മോൻ 3ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിൽ ബിസിനസ്സാണ്. ഓക്കെ, ഇതൊക്കെയാണ് എന്നെ പറ്റി പറയാനുള്ളത്. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പരാജയങ്ങളെ അക്സെപ്റ്റ് ചെയ്യാം. പരാജയങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പരാജയങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മള് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ എനിക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ചു. ഞാൻ വേണ്ട വിധത്തിൽ എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്റെ പരാജയത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? കാരണം മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, എനിക്ക് എന്തായാലും ഒരു തോൽവി പറ്റി. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്യണം? ആ പഠന രീതി ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കണം. എന്നിട്ട് ഗ്രൂപ്പുകളിൽ സജീവമായി പങ്കെടുക്കുക. അതായത് ഇപ്പൊ ഗോൾ സെറ്റിങ്സിന്റെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള ക്ലാസ്സുകളിലേക്കൊക്കെ വന്നിട്ട് ഒരു ഗ്രൂപ്പ് പഠനം ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഓൺലൈനായോ അല്ലെങ്കിൽ ഓഫ്ലൈനായോ നമുക്ക് കമ്പൈൻ സ്റ്റഡി പോലെ നടത്താം. പിന്നെ ഇതുപോലുള്ള ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു സക്സസ് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വിദഗ്ധരുടെ ഉപദേശം തേടാം. കാരണം അറിയാലോ, അതായത് സഹായം തേടുക എന്നുള്ളത്. ഇപ്പൊ ഒരു തോറ്റ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ്സിൽ തോറ്റുപോയി, പിന്നെ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ ഒരു പാരലൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെന്ററിലൊക്കെ പോയിട്ട് നമ്മൾ അവരെ സമീപിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി, എനിക്ക് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഹെൽപ്പ് ചോദിക്കുക. പിന്നെ നമുക്ക് ആ സമയത്തൊരു ഫെയിൽ ആയിട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും നമ്മുടെ മൈൻഡ് വീക്കാവും. ആ വീക്കാവുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? വിദഗ്ധ ഉപദേശം തേടേണ്ടത്. അപ്പൊ ഇത് സ്ഥിരതയോടും ക്ഷമയോടും കൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു പോയാൽ നമുക്ക് നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ A+ഓടുകൂടി നമുക്ക് പാസ്സാവാൻ പറ്റും അല്ലേ? അപ്പൊ എനിക്ക് എവിടെയാണ് പറ്റിപ്പോയത്, ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ പരാജയങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? അതിനുശേഷം അതിനെപ്പറ്റി പഠിക്കുക, സഹായം തേടുക, പിന്നെ ഗ്രൂപ്പ് പഠനത്തിലേക്ക് വഴിമാറുക, പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ വിദഗ്ധരുടെ ഉപദേശം തേടുക. അങ്ങനെ കുറെ സംഭവങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യും? ഇത്രയും കാര്യങ്ങൾക്ക് സ്ഥിരതയോടുകൂടി നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു സക്സസ് മൈൻഡ് സെറ്റ് സ്വയം ഉണ്ടാക്കിയെടുക്കാനും
അതുപോലെ അതിലൂടെ നമുക്ക് ആ പരാജയങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ തന്നെ നിപ്പ വൈറസ് ഇന്ന സ്ഥലത്ത് ഇപ്പൊ കോഴിക്കോട് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു, ഉഗാണ്ടയിൽ നിന്ന് ഒരു കൂട്ടം ഡോക്ടേഴ്സ് പഠനത്തിനായി വരുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പൊ വിദഗ്ധ സംഘം പഠനത്തിനായി എത്തി എന്നൊക്കെ പറയാം. അപ്പൊ ആരോഗ്യ മേഖലയിൽ എവിടെയാണ് പിഴവ് പറ്റിയത്, എവിടെയാണ് പ്രശ്നം പറ്റിയത്, അത് അവർ പഠിക്കും. അത് പഠിച്ചിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ അവർ തേടും, അല്ലേ? അപ്പൊ അതൊക്കെ ഒരു വലിയ കൂട്ടായ്മയുടെ ശ്രമഫലമാണ്. അപ്പൊ നമുക്കിവിടെ കൂട്ടായ്മയില്ല, ഒന്നുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തോറ്റു വിഷമിച്ച് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ചിന്തിച്ച് അതിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യണം. ഒരു സക്സസ് മൈൻഡ് സെറ്റിലേക്ക് പോകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്. ആ ഓരോ വീഴ്ചകളിലും ഓരോ പരാജയങ്ങളിലും പാഠങ്ങൾ ഉൾക്കൊള്ളുക, പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് നമുക്കൊരു സക്സസ് മൈൻഡ് സെറ്റിലേക്ക് പോകാൻ വേണ്ടുന്ന ഒരു സാധനമാണ് ഗോൾ. അപ്പൊ ഈ ഗോൾ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് ഗോളൊക്കെ ഉണ്ട്, എനിക്ക് ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊക്കെ പറയും. പക്ഷെ അത് എഴുതി വെക്കണം. അത് ഇപ്പൊ എന്റെ വോയിസ് കേൾക്കുന്നവർ തന്നെ എല്ലാവരും ഗോൾ ഉള്ളവരും സക്സസ് മൈൻഡ് സെറ്റിലേക്ക് വന്നവരും, അതായത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അതുകൊണ്ടാണല്ലോ രാവിലെ നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഗോള് നമ്മൾ എഴുതണം. എന്ത് ചെയ്യണം? കേൾക്കുന്നുണ്ടോ? നമ്മൾ ഗോള് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യണം. രണ്ടാമത് നമ്മളത് എഴുതണം, ഇല്ലേ? നമ്മളത് കൃത്യമായിട്ട് ഒരു പെന്നും ബുക്കും എടുത്ത് അതിനായിട്ട് മാത്രം വേണമെങ്കിൽ ഒരു ഡയറി നമുക്ക് വാങ്ങി വെക്കുകയും ചെയ്യും. അതില് 3 സ്റ്റെപ്പ്, ഫസ്റ്റ് 3 സ്റ്റെപ്പ് ഇത് നേടിയെടുത്താൽ കിട്ടുന്ന ഗുണങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്യാം? എഴുതി വെക്കാം. 1, 2, 3 എന്ന് നമ്പർ ഇട്ട് എഴുതി വെക്കാം. നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണം. ഇപ്പം എനിക്ക് 10ാം ക്ലാസ്, ഞാൻ ഈ വർഷം 10ാം ക്ലാസ്സിലാണ്. ഈ 10ാം ക്ലാസ് എനിക്ക് ജയിക്കണം. ജയിച്ചാൽ എനിക്ക് കിട്ടുന്ന ഗുണങ്ങൾ, പിന്നെ നല്ല മാർക്കോടുകൂടി പാസ്സായാൽ നെക്സ്റ്റ് ഹയർ സ്റ്റഡീസിന് എനിക്ക് കിട്ടും, അല്ലേ? ഹയർ സ്റ്റഡീസിന് ഞാൻ ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ കിട്ടും. അത് ഒന്ന് എഴുതാം. പിന്നെ ഒന്ന് വേണമെങ്കിൽ എല്ലാവരും എന്നെ എന്ത് ചെയ്യും? നല്ല പ്രശംസിക്കും. എല്ലാത്തിനും A+ ഒക്കെ വാങ്ങിച്ച് മിടിക്കുകയാണല്ലോ എന്നൊക്കെ പറയും. അപ്പൊ ഒരു പ്രശംസ. പിന്നെ നമുക്ക് നാട്ടുകാരുടെ ഇടയിൽ ഒരു വാല്യൂ ഉണ്ടാവുമല്ലേ, നമ്മുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ പോസ്റ്ററിലൊക്കെ വരുമ്പോൾ. പിന്നെ എന്തെങ്കിലും നല്ല വാല്യുബിൾ ആയിട്ടുള്ള 3 സ്റ്റെപ്പ് എഴുതിക്കുക. അതുപോലെ നമ്മളൊരു പ്ലഷർ പോയിന്റ് 3 നെക്സ്റ്റ് സ്റ്റെപ്പിലൊക്കെ വരുന്നത്, നമ്മൾ ഇത് നേടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പെയിൻ പോയിന്റ് 3 എഴുതുക. 10ാം ക്ലാസ് തോറ്റുപോയ എന്താണ് അവസ്ഥ? നാണക്കേടാവൂലേ? അപ്പൊ അത് തന്നെ എഴുതി വെക്കാം ഒരെണ്ണം. അപ്പൊ ഇത് നേടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പെയിൻ പോയിന്റ് 3 എഴുതുക. പിന്നെ നമ്മൾ പ്ലഷർ പോയിന്റ് എഴുതി, പെയിൻ പോയിന്റും എഴുതി. ഇനി നമ്മൾ ഈ ഒരു ഗോളിലേക്ക് എത്താനുള്ള ആക്ഷൻ പ്ലാൻ. നമുക്ക് ഒരുപാട് ആക്ഷൻ പ്ലാൻ ഉണ്ടാവും, അല്ലേ? ഇപ്പോ ഒരു 10ാം ക്ലാസ് ഒക്കെ നല്ല ഹൈ സ്കോറിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കണം. പക്ഷെ അതിൽ നിന്നും പ്രയോറിറ്റൈസ് ചെയ്ത 3 ഒരു ശരിക്കൊരു ലിസ്റ്റ് ചെയ്താൽ അതിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന 3 നമ്മൾ എന്ത് ചെയ്യുക? അതിന് പ്രയോറിറ്റൈസ് ചെയ്ത് 3 നമ്മൾ സെലക്ട് ചെയ്ത് അത് എഴുതി വെക്കുക. അപ്പൊ 3 പെയിൻ പോയിന്റ് ആയി, 3 പ്ലഷർ പോയിന്റ് ആയി, പിന്നെന്തായി? 3 ആക്ഷൻ പ്ലാൻ ആയി. അപ്പൊ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ, ഇത് 3 നമ്മൾ ചെയ്യുക. പിന്നെ ഈ ആക്ഷൻ പ്ലാനിൽ ഏതെങ്കിലും കുറെക്കൂടി നമുക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. എല്ലാം കൂടി നമുക്ക് പറ്റില്ല. ചിലപ്പോൾ സമയം തികയാത്തവരെയോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളോട് ചിലപ്പോൾ എല്ലാം പറ്റിയെന്ന് വരില്ല. പക്ഷെ ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മൾ നമ്മളെ ഹാബിറ്റ് ആക്കി മാറ്റുക. നമ്മൾ ഡെയിലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നമ്മളത് ഹാബിറ്റ് ആക്കി മാറ്റുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സക്സസ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് പറ്റും. ഇത് എഴുതി വെക്കുക, അതിൽ നമ്മൾ എന്ത് ചെയ്യാം? പണിയെടുക്കുക. ഓക്കെ, ഈ 3 സ്റ്റെപ്സ് എഴുതുക, ആക്ഷൻ പ്ലാൻ എടുക്കുക. ആക്ഷൻ പ്ലാന് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ മാത്രമല്ല, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ജേണി, നമ്മൾ ആ വിഷ്വൽ, നമ്മൾ ആ ഗോള് നമ്മൾ നേടിയെടുത്തതായിട്ട് എന്തായാലും നമുക്കൊരു സ്വപ്നമാണല്ലോ ഗോളായിട്ട് എഴുതി വെക്കുന്നത്. ആ സ്വപ്നത്തിൽ ജീവിക്കുക. അത് എനിക്ക് നേടി, എനിക്ക് കിട്ടി എന്ന് സ്വപ്നത്തിൽ ജീവിക്കുക. സത്യം പറഞ്ഞാൽ വിഷ്വലൈസേഷന് ഭയങ്കര പവർ ഉണ്ട്. പക്ഷെ നമ്മൾ വിഷ്വലൈസേഷൻ നടത്താറുണ്ട് എങ്ങനെ? കണ്ണുടച്ചിരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് എനിക്ക് കിട്ടുന്നു, ഞാൻ ഭയങ്കര ഹാപ്പിനെസ് നേടുന്നു, അങ്ങനെയൊക്കെ കാണുന്നുവെങ്കിലും അത് അനുഭവിക്കുന്നില്ല.
നമ്മൾ ബോഡിയിൽ നമുക്ക് ഒരു സന്തോഷകരമായ നിമിഷം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കും? നമ്മുടെ ശ്വാസമൊക്കെ നല്ല മന്ദഗതിയിലായിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് അത് അനുഭവിക്കുന്ന സമയം നമ്മുടെ ഈ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നമ്മൾ ഭയങ്കര ഒരു സന്തോഷത്തിലായിരിക്കും, ഭയങ്കര ഒരു ഹാപ്പിനെസ്സിലായിരിക്കും അല്ലേ? പക്ഷെ ഇത് നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ അനുഭവിക്കൂല. നമ്മൾ കാണും ഇപ്പൊ വിഷ്വലൈസേഷൻ ഒക്കെ ഭയങ്കര നമ്മള് പവർ ഉണ്ട്. ചിന്തിക്കും അല്ലേ മാം? നമ്മൾ Yes. ചിന്തിക്കും, പക്ഷെ നമുക്ക് ഇമോഷൻസ് ഉണ്ടാവുന്നില്ല അല്ലെ? യെസ്, ആ സാധനം വരണം. അതായത് നമ്മളിപ്പം എന്താണ് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുളിയൊക്കെ ഇങ്ങനെ പുളിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരും അല്ലേ? പക്ഷെ അത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. പക്ഷെ ആ സാധനം നമ്മൾ കഴിച്ചിട്ടല്ല നമ്മളെ വായിൽ വെള്ളം വരുന്നത്. അത് നമ്മള് ബോഡി ആ ഒരു റിയാക്ഷൻ തരികയാണ് നമുക്കവിടെ. പക്ഷെ നമ്മൾ കഴിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ ഇങ്ങനെ വെള്ളം വരിക. ചിലര് ആഹാരത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ആഹാരമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആഹാരം വേവിക്കുന്നതിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ വായിൽ വെള്ളം വരും. അപ്പോൾ അത് എന്താണ്? അത് നമ്മള് ആ ഒരു സംഭവം നമ്മൾ അനുഭവിക്കുകയാണ് യഥാർത്ഥത്തിൽ. ആ ഫീലിങ്സിലോട്ട് ശരിക്കും വരുന്നില്ല. അവിടെ ചിന്ത മാത്രമേ നടക്കുന്നുള്ളൂ, ഫീലിങ്സിൽ വരുന്നില്ല. അതിന് ഭയങ്കര ഒരു പവർ ഉണ്ട്. ഇപ്പൊ തന്നെ ഞാനൊക്കെ പല കാര്യങ്ങളും എന്റെ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നതായിട്ടും ഒക്കെ ഞാനിങ്ങനെ കാണും. അപ്പോ പക്ഷെ അങ്ങനെ പുറത്തേക്ക് പോയി ക്ലാസ് എടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പരിസരം മറന്ന് നിന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. പക്ഷെ അതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ പോലും ഞാൻ കേൾക്കില്ല, കാരണം എന്റെ സ്വപ്നത്തിനകത്താണ്. അപ്പൊ എന്റെ അമ്മായി എന്നെ പറയും, ഈ കൊച്ചിത് ഏത് ലോകത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് നേടിയെടുക്കണം എന്നുള്ള പ്രാന്തമായ ഒരു ആവേശത്തിന്റെ പുറത്ത് ഞാൻ അതിനകത്താണ് ജീവിക്കുന്നത്. സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ എന്നൊക്കെ പറയുന്ന പോലെ സ്വപ്നത്തിനകത്ത് ജീവിച്ചോണ്ടിരിക്കുകയാണ്. റിയാലിറ്റിയായിട്ട് യാതൊരു, പക്ഷെ അങ്ങനെ ആവാൻ പാടില്ല കേട്ടോ. എങ്കിലും നമുക്ക് ആ ഒരു ആ നേടിയെടുക്കണം എന്നുള്ള ഒരു ആവേശം, ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് ആ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു അതോടുകൂടി നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് അതിന് കുറെ കൂടി പവർ ഉണ്ടാവുന്നത്. നമ്മൾ വെറുതെ ഇരുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് വെറുതെ ഇരുന്നിങ്ങനെ കണ്ടോണ്ട് മനക്കോട്ടൊക്കെ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അത് വിഷ്വൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് നടന്നതായിട്ട് ആ സ്വപ്നത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അത് നടന്നിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു ഗോൾ ഇങ്ങനെ എഴുതി തയ്യാറാക്കിക്കൊണ്ട് ഈ 3 സ്റ്റെപ്പും ചെയ്ത് അതുപോലെ ഈ ആക്ഷൻ പ്ലാൻ നമ്മൾ ഹാബിറ്റ് ആക്കി മാറ്റി നമ്മൾ അതിലേക്ക് ജീവിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ആ സക്സസ് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് പോകുന്നതും ആ സക്സസ് എവിടെയാണോ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം അവിടെ നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അത് ഉറപ്പായ കാര്യമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഓപ്റ്റിമിസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കുറെ കൂടി നമുക്ക് എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് അല്ലെ? ഈ ഓപ്റ്റിമിസം ഉള്ളവര്, അതായത് ശുഭാപ്തി വിശ്വാസം, ഇതുള്ളവര് ഈ പറഞ്ഞ പോലെ അവരുടെ ചെറിയ ചെറിയ വീഴ്ചകളിൽ പോലും അവർ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ? അതേസമയം ഇതില്ലാത്തവരാണെങ്കിലോ അവര് എന്ത് സാധ്യത കണ്ടാലും അതിൽ സാധ്യതകൾ ഉണ്ട്, പക്ഷെ അവര് തടസ്സങ്ങൾ മാത്രമാണ് അവരവിടെ കാണുന്നത്. ആ തടസ്സങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമായിരിക്കും. അതേസമയം ഈ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആള്, ഒപ്റ്റിമിസം ഉള്ള ആള്, ശുഭാപ്തി വിശ്വാസം ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ ആ ഒരു തടസ്സങ്ങൾ വരുന്ന സമയത്ത് അവരതില് സാധ്യതകൾ കണ്ടെത്തും. ഇപ്പൊ തന്നെ നമ്മുടെ കൊറോണ വന്ന സമയത്ത് നമ്മൾ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി അല്ലെ? ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് കരുതിയിട്ട് ആകെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമാണ് നമ്മൾ എന്താക്കിയത്, നമ്മൾ ഈ ഓൺലൈൻ വഴി ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞത് ഇല്ലേ? ഇതുപോലെ നമുക്ക് കുറച്ച് സ്കില്ലും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോലുള്ള സ്കില്ലുകളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ നമുക്ക് എന്തും അല്ലെ, ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ തന്നെ അതിന്റെ ആ ഒരു സെയിൽസിന്റെ ആ പാറ്റേൺ പഠിച്ചെടുത്താൽ നമുക്ക് സുഖമായിട്ട് സംസാരിച്ച് ആൾക്കാരെ കൺവീനിയൻസ് ചെയ്യിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒപ്റ്റിമിസമാണ് ആവശ്യം. നമുക്ക് കഴിയും എന്നുള്ള ഒരു ചിന്തയും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറെ നമ്മൾ സക്സസ് മൈൻഡ് സെറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല് നമ്മള്
എന്തൊക്കെ ചെയ്തു, ഗോൾ സെറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ ആദ്യം നമ്മളെ പരാജയങ്ങളിലുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ചു, വിദഗ്ധ ഉപദേശം തേടാനുള്ള ഒരുക്കങ്ങളൊക്കെ നേടി. പിന്നെ അത് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി. അത് അറിയുന്നവരോടെന്ന് പറയുമ്പോൾ നമ്മളെ നല്ല വ്യക്തിബന്ധമുള്ള ചില ഫ്രണ്ട്സ്, സുഹൃത്തുക്കള്, റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ പോയിട്ട് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അവര് നമ്മളെ കളിയാക്കിയിട്ട് നമ്മൾ കുറെ കൂടി ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സത്യത്തിൽ അവർ അറിഞ്ഞുകൊണ്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്കൊരു തമാശയായി മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ തന്നെ നമ്മുടെ മുമ്പിലെ ഈ മോർണിംഗ് സർക്കിളിലെ ട്രെയിനേഴ്സ് അല്ലെ, പരസ്പരം കളിയാക്കുമെങ്കിലും ഒരാളൊരു കാര്യമായിട്ട് വരികയാണെങ്കിൽ അതിനെ എല്ലാവരും എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും. ഇപ്പൊ ഈ ഒരു മോർണിംഗ് ക്ലബിന്റെ കാര്യം തന്നെ നമ്മൾ ഒരു ട്രെയിനർ പറഞ്ഞ സമയത്ത് നമ്മൾ അതിൽ തടസ്സങ്ങൾ കണ്ടെത്തില്ല. ആരെഴുന്നേറ്റ് ക്ലാസ് എടുക്കും, രാവിലെ എല്ലാവരും എഴുന്നേക്കും, അങ്ങനെയുള്ള ഒരു തടസ്സങ്ങൾ ആരും പറഞ്ഞില്ല. പകരം നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാൻ തന്നെ അതിലേക്ക് കുറെ ആൾക്കാർ വന്നു. കാരണം രാവിലെ നമ്മൾ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിട്ടിരുന്ന ക്ലാസ് കേൾക്കുന്ന പോലെ സുഖമുള്ള കാര്യമല്ല വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവര് നല്ലൊരു സർക്കിൾ അവിടെ ഉണ്ടായി. അപ്പൊ അങ്ങനെ കുറെ ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് നല്ലൊരു കൂട്ടുകെട്ട്, നല്ലൊരു സർക്കിൾ എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ഹൈ പെർഫോമൻസ് സർക്കിളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണം. നമ്മളെക്കാളും ഹൈ പെർഫോമൻസ്, അല്ലാതെ നമ്മളുടെ ലെവലിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്നവരോ അല്ല, കുറെ കൂടി നല്ല ഇതായിട്ടുള്ള ഒരു സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യാം, അംഗമാവുക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ ഇതൊക്കെ നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്നത്. നമുക്കൊരു ട്രെയിനേഴ്സിന്റെ ക്ലബ് ഉണ്ട്. പിന്നെ അത് പ്രീമിയം ക്ലബ്ബാണ്. ക്ലാസ് കഴിഞ്ഞവരെ ആഡ് ചെയ്യുന്ന ഒരു ക്ലബ് ഉണ്ട്. അത് നമ്മളുണ്ട്. അതിൽ ക്ലാസ്സുകൾ ഡെയിലി കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ മോർണിംഗ് സർക്കിൾ. ഇതൊക്കെ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു ഹൈ പെർഫോമൻസ് സർക്കിളാണ്. അവിടെ പല ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അല്ലെ, പലരും വിദ്യാഭ്യാസപരമായിട്ടായാലും അല്ലാതെയൊക്കെ ഒരുപാട് ഹൈ പെർഫോമൻസ് കീപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാർ ഉള്ള ഒരു ഗ്രൂപ്പാണത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മളെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ട് സൗലഭ്യം എന്ന് പറയുന്നത് പോലെ അവരുടെ കുറെ നല്ല ക്വാളിറ്റീസ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും, ഇല്ലേ? അപ്പൊ അത് ആ ഒരു നല്ല സർക്കിളിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനൊക്കെ ആ നല്ല ബന്ധങ്ങൾ നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇത്രയും കാര്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പുതിയ ശീലം എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഗോളുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ഗോള് അല്ല, ചെറിയ ശീലങ്ങൾ, വലിയ സംഭവം ഒന്നും എടുത്ത് തലയിൽ വെക്കാൻ നിൽക്കണ്ട. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും 2-3 ഹാബിറ്റ് ആദ്യം ഒന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്തയിലേക്ക് പോവാം. അങ്ങനെ ഒരു 3 എണ്ണം കറക്റ്റ് ഒരു മാസത്തിനകത്ത് തന്നെ ഒരു 3 ചെറിയ സംഭവം. ഇപ്പൊ നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റ് ഒന്നും മടക്കാൻ നിൽക്കുന്ന ഒരു സ്വഭാവം ഇല്ലെങ്കിൽ അത് തന്നെ മതി. ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ അത് കാരണം അതൊന്നും അത്ര ചെറിയ കാര്യമല്ല. നമ്മളിങ്ങനെ അടുക്കി വെച്ചിട്ട് നമ്മൾ കിടക്കുന്ന ആ കിടക്കയൊക്കെ ഒന്ന് റെഡിയാക്കി ആ ഒരു പില്ലോ ഒക്കെ എടുത്ത് വെച്ച് ആ പില്ലോയുടെ മുകളിലേക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് ജസ്റ്റ് ഒന്ന് മടക്കിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ തന്നെ കയറി വരുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റീവ് കിട്ടും അവിടെ. അതേസമയം അത് അലങ്കോലായി കിടന്നാലോ, നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ പോലും അവിടെ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും നമുക്ക്. അപ്പം ആ ഒരു പുതിയ ശീലം, ചെറിയ കാര്യങ്ങളിൽ. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇപ്പൊ ചായ കുടിക്കുന്നവരായിരിക്കും അധികം. ചായ കുടിക്കുന്നത് കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഗ്യാസ് ട്രബിള്, പുളിച്ചത് കിട്ടല്, പിന്നെ ഈ പറഞ്ഞ പോലെ തേയിലയും പാലും കൂടി ചേരുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള വിഷാംശങ്ങളും അതിൽ അടങ്ങിയിരിക്കുകയാണ്. അത് നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യും. ചായ പെട്ടെന്ന് നമുക്ക് മതിയാക്കാൻ പറ്റൂല. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് ഫുള്ള് കുടിക്കുന്നവരാണെങ്കിൽ അതിനെ 1/4 പിന്നെ അരയാക്കുക, പിന്നെ കുറച്ചുകൂടി കുറയ്ക്കുക, പിന്നെ 1 കവിളാക്കുക, പിന്നെ 2 നേരം കുടിക്കുന്നവർ ഇതേപോലെ ചെറിയ ചെറിയ രീതിയിലാക്കിയിട്ട് ഒരു നേരം അങ്ങ് അവോയ്ഡ് ചെയ്യുക, ഒരു നേരം ഇത് കുടിക്കുക, പിന്നെ തീരെ കുടിച്ചില്ലേ തലവേദന വരും എന്നൊക്കെ ഉള്ള ഒരു 1/2 ഗ്ലാസ് കുടിക്കുക. അങ്ങനെ കുടിച്ച് 1 കവിളാക്കുക, പിന്നെ അത് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. ഒറ്റയടിക്ക് ഇന്ന് വല്ല ചായ കുടിക്കുന്നില്ല, പച്ചവെള്ളം കുടിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് അത് നമ്മൾ നിർത്താൻ നോക്കുകയാണെങ്കിൽ നമുക്ക് തലവേദന വരും. കാരണം അതൊരു അഡിക്ഷൻ പോലെ ഒരു സംഭവമാണ് ഈ ചായ പല ആൾക്കാർക്ക്.
ഇതിങ്ങനെ കുടിച്ചു കുടിച്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഈ നമുക്ക് പെട്ടെന്ന് നിർത്തുമ്പോൾ അത് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. തലവേദനയായിട്ട് വരും, ക്ഷീണമായിട്ട് വരും, ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും. അങ്ങനെ ചിലർക്ക് അത് കുടിച്ചേ പറ്റൂ എന്നുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് ചെറിയ രീതിയിൽ കുറയ്ക്കാൻ നോക്കാവും. പെട്ടെന്ന് കുറയ്ക്കുമ്പോൾ അത് നമ്മളെ ബോഡി റിയാക്ട് ചെയ്യും. ഓക്കെ, കാരണം നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബാഡ് ഹാബിറ്റ് ഒഴിവാക്കിയിട്ട് നല്ല ഹാബിറ്റ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബോഡിക്ക് ദോഷം ചെയ്യാതെ, കാരണം പെട്ടെന്ന് നമ്മുടെ മൈൻഡ് അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ കുറച്ച് കുറച്ച് കൊണ്ട്. പെട്ടെന്ന് ചിലർ ചായ കുടി ഇത് ഭയങ്കര മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് ഓടിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും? പിറ്റേന്ന് പോലെ ഞാൻ ചായ കുടിക്കുന്നില്ല എന്ന് തീരുമാനം എടുക്കുന്നു, ചായ കുടിക്കാതിരിക്കുന്നു. ഒരാള് ഈ ക്ലാസ് കേട്ടിട്ട് ചായ കുടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കാരണം ചായയിൽ 40-ലധികം വിഷാംശം ഉണ്ട്, അത് ബോഡിയെ അഫക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഒറ്റയടിക്ക് ചായ അങ്ങ് മതിയാക്കിയപ്പോ ഇയാൾ ഒരാഴ്ച കിടന്നുപോയി. കാരണം അത് നമ്മളെ ബോഡിയിൽ അത്രയ്ക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നു. അപ്പൊ കള്ള് കുടിക്കുന്ന ഒരാൾക്ക് കള്ള് കുടിക്കാതിരുന്ന എന്തായിരിക്കും? അയാളുടെ കൈകൾ വിറയ്ക്കും, അയാൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് എന്ത് സാധനവും നമ്മളെ ബോഡിയിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മൾ നിർത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. കള്ള് കുടിക്കുന്നവർ കള്ള് കുടിക്കുന്നു, ചായ കുടിക്കുന്നവർ ചായ കുടിക്കുന്നു. അതിൽ വ്യത്യാസമുള്ളൂ. മറ്റേത് പെട്ടെന്ന് വിൽക്കാവുന്നു, ഇത് നമുക്ക് ചെറിയൊരു ഉണർവ് നൽകുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇതും ഒരു അഡിക്ഷനിൽ പെട്ടത് തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങ് നിർത്താൻ പറ്റില്ല. ചില ആൾക്കാർ അയ്യോ ചായ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലർ 3-4 പ്രാവശ്യം കുടിക്കുന്നവരുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ ഇതിനെ മാറ്റിക്കൊണ്ടുവരും. ഇതുപോലെ എല്ലാ ദുശീലങ്ങളും, എന്തെങ്കിലുമൊക്കെ ദുശീലം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് മാറ്റാൻ നോക്കാതെ ചെറിയ ചെറിയ ഇതായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തുകൊണ്ട് വന്നാൽ ഇതെല്ലാം എഴുതി വെക്കാം. എഴുതി വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ എഴുതുന്നതിനൊരു പ്രത്യേക പവർ ഉണ്ട്. അത് നമ്മൾ അനുഭവിച്ച് അറിയേണ്ട സത്യങ്ങളാണ്, വെറുതെ വിളിച്ചു പറയേണ്ട കാര്യങ്ങളല്ല. അപ്പൊ ഇതൊക്കെ ഇവിടെ കേട്ടു പോവാതെ നമ്മളെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യാ? നമ്മുടെ ഈ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജീവിതമാണ്. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മളെ സറൗണ്ടിങ്സിൽ നിൽക്കുന്ന കുറെ ആൾക്കാർക്ക് അത് ആശ്വാസമാവും, അല്ലേ? ഇപ്പൊ തന്നെ നമ്മുടെ യൂസഫ് അലി സാർ, അദ്ദേഹം എത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, അല്ലെ? അത് അദ്ദേഹം സക്സസ്ഫുൾ ആയതുകൊണ്ടല്ലേ. എത്ര കമ്പനികളാണ് അദ്ദേഹത്തിൻ്റെത് ഈ ഒരു കേരളത്തിൽ കൊണ്ടുവന്നത്? കാരണം അദ്ദേഹം സക്സസ്ഫുൾ ആയതുകൊണ്ടല്ലേ. അതുപോലെ ബോബി ചമ്മണ്ണൂർ, അദ്ദേഹമൊക്കെ എത്രയോ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, അവരൊക്കെ സക്സസ്ഫുൾ ആയതുകൊണ്ടല്ലേ. അപ്പോൾ അതുപോലെ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ ഒരു ആശ്വാസം കിട്ടും നമ്മളെ കൊണ്ട്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ആ ഒരു ഇതില് നമ്മുടെ ആ ഒരു അച്ചീവ്മെന്റിൽ സന്തോഷിക്കും, അല്ലെ? ബാക്കിയുള്ളവരുടെ കാര്യം വിട്ടേക്കുക. നമ്മളെ അത്ര കണ്ട് സ്നേഹിക്കുന്നവര്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരൊക്കെ നമ്മുടെ ആ വളർച്ചയിൽ സന്തോഷിക്കും. അവരും കൂടെ ഒപ്പം കൂടും. പിന്നെ ഒരുപാട് പേരെ നമുക്ക് തന്നെ ചേർത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നല്ല നല്ല ബന്ധങ്ങൾ വരും. അപ്പൊ നമ്മൾ ആ ഒരു സക്സസ് മൈൻഡ് സെറ്റിലേക്ക് പോകാനുള്ള ഈ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യാം? നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരുപാടുണ്ട്. നമുക്ക് അരമണിക്കൂറുള്ള ക്ലാസ്സിൽ നമുക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എനിവേ, ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? മാം, ഗോള് സെറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? കാരണം കൃത്യമായ ഒരു ഗോള് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓൾറെഡി ഗോൾ ഉണ്ടോ? എനിക്ക് ഇന്നതാവണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു എക്സാം ക്ലിയർ ചെയ്തെടുക്കണം എന്നുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ചെയ്ത് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇത് വേണോ വേണ്ടയോ എന്ന് അങ്ങനെ ഒരു ചിന്തയും വരും. ഏത് എക്സാം ആണ്? ഏതാണ്? ഡിപ്പാർട്ട്മെന്റിന്റെ എക്സാം ആണ്, വർക്ക് ചെയ്യുന്നിടത്തെ എക്സാം ആണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ നേട്ടം? ചെയ്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി അപ്ഗ്രേഡ് ആവും. പക്ഷെ ആ ജോലി അത്ര എൻജോയ് ചെയ്യുന്നില്ലാത്തത് കൊണ്ടായിരിക്കണം മേ ബി അത് വേണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ ജോലി. ചില ആൾക്കാർ ഇപ്പം ഡോക്ടർ ആവണമെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കില്ല. ചിലപ്പോൾ പാരന്റ്സ് കൊണ്ടുവന്ന് ചേർക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നവർക്ക്, ചിലർക്ക് ടീച്ചർ ആവണം. ചില ടീച്ചേഴ്സ് ഉണ്ട്, പഠിച്ച് അവര് ടെസ്റ്റ് ഒക്കെ എഴുതി ഒരു ടീച്ചിങ് ജോലി കിട്ടും. പക്ഷെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് എന്താണ് അവിടുത്തെ ഇന്റൻഷൻ എന്ന് പറയുന്നത്? കുറച്ച് സാലറി കിട്ടുക, കുറച്ച് പൈസ ഉണ്ടാക്കുക, എങ്ങനെയും ജീവിക്കുക എന്നുള്ളത്. അല്ലാതെ
എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ വരുന്നവരല്ല, ആ പാഷനോട് കൂടി വരുന്നവരല്ല. അപ്പൊ ഈ പാഷനോട് കൂടി വരാത്തവർക്ക് ഒരിക്കലും അവിടെ ഗ്രോത്തും ഉണ്ടാവില്ല, ആ ജോലിയിൽ വലിയ സംതൃപ്തി ഉണ്ടാവില്ല. പക്ഷെ മാസാമാസം ശമ്പളം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് തീർന്നു കഴിയുമ്പോൾ അവിടെ തീരും. അതേസമയം ഒരു പാഷനുള്ള ഒരാളാണെങ്കിൽ ഓരോ ദിവസവും അവർക്ക് അതിലൊരു പുത്തൻ ഉണർവ് കിട്ടും. അപ്പൊ ഈ ജോലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് താല്പര്യക്കുറവുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇഷ്ടക്കുറവ് വരുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ ബെനഫിറ്റ്, ആ ജോലിയുടെ ബെനഫിറ്റുകളെ കുറിച്ച് മാത്രം എഴുതുക. ഈ ജോലി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം, അത്യാവശ്യം ഒരു ഏണിങ്സ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏണിങ്സ് അത്യാവശ്യമാണ് ഇന്നത്തെ കാലത്ത്. അത് പിന്നെ ആ ഏണിങ്സ് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷങ്ങൾ, അതുപോലെ ആ ഒരു ആ സറൗണ്ടിങ്സിൽ നിൽക്കുന്നവരുമായിട്ടുള്ള നല്ല അടുപ്പ്, നല്ല കുറെ സുഹൃത്തുക്കൾ, അങ്ങനെ തുടങ്ങി അവിടെ ഉള്ള പോസിറ്റീവ് മാത്രം എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ എന്തിന് ഈ എക്സാം പാസ്സാവണം? സത്യത്തിൽ അതിന് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി വന്നിട്ടില്ല എപ്പോഴും. കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാം, കുറച്ച് കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഒരു കുറെ കൂടി ഹയർ പൊസിഷനിലേക്ക് പോവാം എന്നുള്ളതല്ലാതെ അവിടെ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. പാസ്സാവണോ വേണ്ടേ എന്നുള്ള ഒരു ചാഞ്ചാട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത് പാസ്സാവണോ വേണ്ടയോ എന്നുള്ളത്, എന്തിനാണ് ഞാനിത്, ആ ഒരു ബോധം മൈൻഡിലേക്ക് ആദ്യം കൊടുക്കുക. ഞാൻ എന്തിന് ഇത് പാസ്സാവണം, അത് എഴുതണം. നമ്മൾ വെറുതെ ഇപ്പൊ പറഞ്ഞു കേട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതണം, ഞാൻ എന്തിനാണ് ഇത് പാസ്സാവുന്നത്. എന്നിട്ട് അതിന്റെ പോസിറ്റീവ് വശങ്ങൾ കണ്ടെത്തുക, എഴുതുക. ഓക്കെ, അതിനുശേഷം ഈ പറഞ്ഞ ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന ഈ 3 സംഭവങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ പെയിൻ പോയിന്റ് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമുക്ക് ക്യാഷ്, കുറച്ച് ഏണിങ്സ് കൂടുതൽ കിട്ടത്തില്ല അല്ലേ? പിന്നെ അതിൽ പരാജയപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന നാണക്കേട്, അങ്ങനെ തുടങ്ങി 3 പെയിൻ പോയിന്റ് നമുക്ക് എഴുതി വെക്കാം. എന്നിട്ട് ഇത് കിട്ടുമ്പോൾ, ഇത് കിട്ടിക്കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷങ്ങളെ കുറിച്ച് എഴുതി വെക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് അത് പഠിക്കാനൊരു മൈൻഡ് സെറ്റ് വരും. പിന്നെ അത് എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നമ്മളൊരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ഒരു സംഭവമുണ്ട്. നമ്മള് ഇത് ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എന്താണ്, നിനക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ, ഇതിന് നീ തോറ്റുപോയാൽ എന്ത് ചെയ്യും എന്ന ക്വസ്റ്റ്യൻ സ്വന്തത്തോട് ചോദിച്ചിട്ട് അതിന് പോസിറ്റീവ് ആൻസർ എഴുതുന്ന ഒരു രീതി. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. എനിവേ, ആർക്കെങ്കിലും നെക്സ്റ്റ് ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ആരാ? ഇപ്പൊ ഒരു 14 പേര് വന്നല്ലേ? തുടക്കത്തിൽ കിട്ടിയോന്ന് അറിയില്ല. ഹലോ മാം, ഞാൻ കയറാറുണ്ട്, പക്ഷെ മഴ ആയതുകൊണ്ട് ഇപ്പൊ ശരിക്കും പറ്റുന്നില്ല, അതുകൊണ്ടാണ് മിസ്സാവുന്നത്. മാം, ഞാനൊരു കാര്യം ചോദിക്കാം. ഇത് നമ്മൾക്ക് മക്കളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും? മീൻസ് അവരുടെ അടുത്ത് നമ്മളിപ്പോ എപ്പോഴും പറയേണ്ടി വരില്ലേ അവരത് ഫോളോ ചെയ്യാൻ? ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ ആയില്ല. മക്കൾക്ക് ഇത് ഈ അതായത് സ്റ്റെപ്പ് കൊടുക്കും. അതെ, നമ്മൾ അവർക്ക് ഈ ഒരു സ്റ്റെപ്സ് മീൻസ് അവരുടെ അടുത്ത് നമ്മൾ ഡെയിലി പറയേണ്ടി വരില്ലേ എന്ന് ചോദിക്കാം. മീൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞാലല്ലേ അവർ ഫോളോ ചെയ്യുക. ഐ മീൻ ഒരു 10 years ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ മീൻസ് അവർ കുഞ്ഞിലെ ചെയ്താൽ അവർക്കൊരു ഇതാണല്ലോ അങ്ങനെ. അവിടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. നമ്മളെ ടോണിലും ആക്ഷനിലും വ്യത്യാസം വരുമ്പോ കുട്ടികൾ അത് ചെയ്യില്ല അല്ലേ? ഓക്കെ. അവർക്ക് അപ്പൊ നമ്മളുടെ നിർബന്ധമാണ് ഈ കുട്ടി ഇത് ചെയ്തേ പറ്റൂ. പക്ഷെ അവർക്കൊരു പ്രകൃതിയുണ്ട്, അവർക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രകൃതി. കുട്ടികൾ ഇപ്പോ ഒരു കുട്ടി വന്നിരുന്ന് ഹോംവർക്ക് ചെയ്യുന്നു, ബുക്ക് അടച്ചു വെക്കുന്നു, അവൻ അവന്റെ ടൈം ടേബിൾ നോക്കി ബുക്കിൽ ബാഗിൽ വെക്കുന്ന അവന്റെ ആ കുഞ്ഞിനെ സംബന്ധിച്ച് അത് അവന്റെ ഒരു സംസ്കൃതിയോട് കൂടി വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ വലിച്ചു കീറി എടുത്ത് ദൂരെ എറിയുന്നത് അത് അവന്റെ വികൃതിയാണ്. പക്ഷെ ഇത് നമ്മൾ പോയിരുന്ന് എഴുതിപ്പിക്കുമ്പോൾ എഴുതുന്നത്, ഇഷ്ടമില്ലെങ്കിൽ എഴുതുന്നത്, അത് അവന്റെ ഒരു പ്രകൃതിയാണ് ആ കുട്ടിയുടെ. അപ്പൊ ആ ഒരു പ്രകൃതി കാണിക്കപ്പെടുമ്പോൾ നമ്മൾ വികൃതി കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല, കുട്ടികളുടെ പ്രകൃതി ലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ, നിനക്ക് എന്താ പറഞ്ഞാലെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടാൻ തുടങ്ങും. പക്ഷെ കുട്ടിക്ക് അത് എന്തിനാണ് ചെയ്യണേന്ന് പോലും ആ കുഞ്ഞിനെ അത് അറിയില്ല. അപ്പൊ അത് ആദ്യം അവനെ ബോധ്യപ്പെടുത്തുമ്പോ എങ്ങനെ ബോധ്യപ്പെടുത്തണം? നമ്മൾ അവരെ ഹഗ് ചെയ്തിട്ട് അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് നമ്മൾ അവരെ അതിന്റെ എന്ത് കാര്യമാണോ അവരെ കൊണ്ട് ചെയ്യിക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ കാര്യത്തിന്റെ ബെനഫിറ്റിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുക. ഇപ്പൊ എന്റെ മകൻ ഈ മൊബൈൽ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കും.
അപ്പൊ എനിക്കത് ഇഷ്ടമില്ല. പക്ഷെ അവന് ഫുഡ് കഴിക്കണമെങ്കിൽ മൊബൈൽ കണ്ടേ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു കൊടുത്തു, ഇനി മൊബൈൽ കണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് അത് നമ്മുടെ ബോഡിയിൽ അതിന്റെ എൻസൈം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യൂല, നമ്മളെ ശരീരത്തിൽ ദഹിക്കാനുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല, നമ്മളെ ബ്രെയിനിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നെന്ന് പോലും അറിഞ്ഞൂടാ, നമുക്ക് ടേസ്റ്റ് ഇല്ലാതാവും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ് കുറെ സംഭവങ്ങൾ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം പിന്നെ പിന്നെ അതിന് ശേഷം ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ്, നമ്മുടെ ഫുഡ് നമ്മൾക്ക് നല്ലപോലെ നമുക്ക് വൈറ്റമിൻസ് അബ്സോർബ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ദോഷങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, നമുക്ക് ആരോഗ്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ് മസിൽ വെക്കുന്നത്, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മസിൽ വെക്കണമെങ്കിലും അത്യാവശ്യം നല്ല തണ്ടും തടിയൊക്കെ വേണം, നല്ല ഒരു ആരോഗ്യമുള്ള ഒരാണാവണമെങ്കിൽ, വണ്ടിയൊക്കെ ഓടിക്കണമെങ്കിൽ ആരോഗ്യം വേണം. അപ്പൊ ആരോഗ്യമൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യണം, മസിലൊക്കെ വെക്കണമെങ്കിൽ ഇത് അങ്ങനെ സമാധാനത്തിൽ ആ കൊച്ചിന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തപ്പോ അത് ഇപ്പൊ കഴിക്കാൻ സമയത്ത് മൊബൈൽ ചോദിക്കില്ല. അപ്പൊ ഞാൻ പറയും, കഴിച്ചു കഴിഞ്ഞതിന് ശേഷം, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ അതിൽ കൂടുതൽ കാണാൻ സമ്മതിക്കില്ല. കണ്ടാൽ തന്നെയും റീൽസ് കാണാൻ, ഞാൻ പറയും റീൽസ് കണ്ട മൊബൈൽ ഞാൻ വാങ്ങിക്കുമെന്ന് പറയും, റീൽസ് കാണാൻ സമ്മതിക്കില്ല. അപ്പോ അങ്ങനെ കുറെ, പിന്നെ അവരെന്ത് കാണണമെന്നുള്ളത്, ഞാൻ ഇന്ന കാര്യങ്ങൾ കണ്ടില്ലേ, ഞാൻ അത് ഓഫാക്കി വെക്കും, മാറ്റി വെക്കും, മേടിച്ച് വെക്കുക എന്നൊക്കെ. അപ്പൊ ഈ പുള്ളിക്കാരൻ കൂടുതൽ കാണുന്നത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ആദ്യം കാർട്ടൂൺ കാണുമായിരുന്നു, അത് നിർത്തിച്ചു. അങ്ങനെ പയ്യെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവന്നു. പെട്ടെന്നൊന്നും നമുക്ക് ഒന്നും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു ഇന്റൻഷൻ, നമ്മുടെ ആഗ്രഹമാണ്. എന്റെ മോന്റെ മൊബൈൽ അഡിക്ഷൻ മാറ്റണം. അപ്പൊ ക്ലാസ്സുകൾ കേൾക്കും, ക്ലാസ്സുകൾ കേട്ടിട്ട് ഓടിക്കൊണ്ട് വന്ന്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മൊബൈൽ യൂസ് ചെയ്താല് ബോധം ഉണ്ടാവില്ല, ബുദ്ധി ഉണ്ടാവില്ല, മെമ്മറി നശിച്ചു പോകും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനെ കുറെ ശകാരിച്ചിട്ടായിരിക്കും നമ്മൾ ഫോൺ വാങ്ങിച്ചു വെക്കുന്നത്. അപ്പൊ ഇതെന്തിനാണ് ഈ ഒരു ഗോള് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ കൊച്ചു എന്തിനാണ് ഈ ഗോള് സെറ്റ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ആവശ്യകത, അത് അവന് പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. നമ്മൾ കുട്ടികളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പോലും നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് രണ്ട് വ്യക്തിത്വമാണ് നമ്മുടെ കുട്ടിക്ക്. ഒന്ന്, നമ്മൾ കാണുന്ന വ്യക്തിത്വം, എന്റെ മകൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള എന്റെ നിർബന്ധ ബുദ്ധി. പക്ഷെ അവന്റെ റിയാലിറ്റിയിൽ അവനൊരു സ്വഭാവമുണ്ട്, അവന്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്, അവന്റേതായ ഒരു പ്രകൃതിയുണ്ട്. ഇത് രണ്ടും നമ്മളുടെ മൈൻഡിലുള്ള കുട്ടിയും ഒറിജിനലായിട്ട് നമുക്ക് ഉള്ള കുട്ടിയും തമ്മില്, ഈ മൈൻഡ് സെറ്റുകൾ തമ്മില് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കുട്ടി ഒത്തുവരാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുന്നത്, നമ്മൾ ടെൻഷൻ ആവുന്നത്, നമ്മൾ കുട്ടിയുടെ കാര്യത്തിൽ ഓവർ കോൺഷ്യസ് ആവുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ദേഷ്യം വരും, അല്ലെ? കുട്ടി തൊടുന്നത് പിടിക്കുന്നതും ഒക്കെ നമുക്ക് ദേഷ്യമാവും, കുട്ടി ചുമ്മാ ശകാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ സത്യത്തില് നമ്മൾ എങ്ങനെയായിരുന്നു കുഞ്ഞിലെ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ എന്റെ മകൾ ഇപ്പൊ കൂടുതൽ സമയം കിടന്നുറങ്ങുന്നെങ്കിൽ എന്റെ ഹസ്ബൻഡ് വന്നിട്ട് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ എങ്ങനെയായിരുന്നു കുഞ്ഞിലെ, ഇപ്പൊ ഡ്രസ്സ് വാഷ് ചെയ്താൽ അത് വിരിക്കത്തില്ല, അവിടെ കൊണ്ടുവയ്ക്കും. പക്ഷെ ഞാൻ പറഞ്ഞു, കഴുകുന്നില്ലേ, അപ്പൊ അതിന്റെ നന്മകൾ കാണിച്ചു കൊടുക്കണം. ഈ പ്രായത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി തുണി കഴുകുന്നില്ല, അതുപോലും ചെയ്യാത്ത എത്രയോ കുട്ടികളുണ്ടല്ലേ, അമ്മമാര് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങൾ അവര് തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവർ കുറെ കൂടി താഴേക്ക് പോകും. അവര് സെൽഫായിട്ട് ഒന്നും ചെയ്യാനുള്ള കഴിവ് ആ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല, അല്ലേ? അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഗൈഡൻസ്, നമ്മള് സത്യം പറഞ്ഞ പാരന്റ് എന്ന് പറഞ്ഞാല് നമുക്കൊരു ചിന്തയാണ്, എന്റെ മോനായതുകൊണ്ട് നീ ഇങ്ങനെ വളരാവും എന്നുള്ളൊരു ചിന്ത. പക്ഷെ നമ്മൾ അവിടെ വെറും ഒരു ഗൈഡ് മാത്രമാണ്, നമ്മൾ അവരെ ഗൈഡൻസ് ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളത്. അപ്പൊ ഈ കുഞ്ഞ് ഇതൊക്കെ ചെയ്യാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെൻസ്ഡ് ആവുകയോ ഓവർ റിയാക്ഷൻ ചെയ്യുകയോ ചെയ്യരുത്. മോനെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഗുണമുണ്ട് കേട്ടാ, നീ അതൊക്കെ ചെയ്യണം എന്ന് ചിരിച്ചുകൊണ്ട്, ഇനി അവൻ ചെയ്തില്ലെങ്കിൽ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു എന്നിട്ട് ചെയ്തില്ല എന്ന് പറയുന്നതും, എന്താടാ നിനക്ക് പറഞ്ഞാൽ കേൾക്കാത്തെ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമാണ്, ഇല്ലേ? അത് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ആ ഒരു രീതിയിൽ മാറ്റം വരുത്തിയ അവർ ചെയ്യും. കുട്ടികൾ പാവങ്ങളാ. നമ്മൾ പറയും ജെൻസി, ഇപ്പോഴത്തെ പിള്ളേര് ഭയങ്കര സംഭവമാണ്, ഭയങ്കര പറഞ്ഞാൽ കേൾക്കില്ലേ, എന്തൊരു ബഹളം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവര് പാവങ്ങളാ, നല്ല കുട്ടികളാണ്. അവരെ കിട്ടേണ്ട കൈകളിൽ കിട്ടിയാലും, അത് പാരന്റ് ആയിക്കോട്ടെ, ഗൈഡൻസ് ആയിക്കോട്ടെ, കോച്ച് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, അവരെ കിട്ടേണ്ട കൈകൾ സുരക്ഷിതമാണെങ്കിൽ ആ കുഞ്ഞിന്റെ സ്വഭാവവും ആ ഒരു രീതിയിൽ മുന്നോട്ട് വരും. അതാണ് എനിക്ക് പറയാം. താങ്ക് യു മാം.
ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ സംസാരിച്ച് കുറച്ച് കൂടുതൽ കടന്നുപോയി. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്കൊന്നും പോകണ്ടാത്തവരായിരിക്കാം. പക്ഷെ ഷോപ്പോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞായറാഴ്ചയും ചിലപ്പോ കാണും. എനിക്ക് സങ്കടം അതല്ല. ഇന്ന് ഒരുപാട് പുതിയ ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തു. പക്ഷെ നമ്മുടെ ഇതിലേക്ക് വന്നവർ വെറും ഞാനും സജന മാമൊക്കെ അടക്കം നമ്മളെ ഷഫീദ മാം ഇതിനകത്തുള്ളവരാണ്. ഇവരൊക്കെ പിന്നെ ശ്രീജ മാം കുറച്ചു പേരൊക്കെ ഉണ്ട് ഇതിനകത്ത് നമ്മൾ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്നവർ. എല്ലാവരും അടക്കം ആകെ 14 പേരാണുള്ളത് അല്ലേ? അപ്പൊ എത്ര പേര് ഇതിൽ സക്സസ് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും? എത്ര പേര് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും ഇല്ലേ? നിങ്ങൾക്ക് സമാധാനിക്കാം. നിങ്ങളൊക്കെ ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ആൾക്കാരാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് സോറി ഗ്രോത്ത് മൈൻഡ് സെറ്റിന്റെ ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കാൻ വന്നതും സംശയങ്ങൾ ചോദിക്കുന്നത്. എനിവേ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഈ കയറിയവര് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ നിന്ന് എന്തൊക്കെ കിട്ടിയോ? ഇപ്പൊ നല്ല ക്ലാസ് സൂപ്പർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ആർക്ക് എത്രയൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ സംഭവങ്ങൾ നിങ്ങൾ ഓൺ വോയിസിൽ ആ ഗ്രൂപ്പിലേക്ക് വന്ന് പറയുകയോ ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ആ മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ഉണ്ടായ അനുഭവം എന്താണ്, അതുപോലെ ക്ലാസ് കിട്ടിയ സമയത്ത് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് വോയിസിൽ അയക്കുമ്പോൾ അതിന് കുറെ ആൾക്കാർ ജോയിൻ ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മളൊരു വിംബിൾ അക്കാഡമിയിൽ നമ്മൾ ഈ മോർണിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരിച്ചത് 1-2 ആൾക്കാരെ എംപവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരുപാട് ആൾക്കാർക്ക് നോളജുകൾ കൊടുക്കുക, നല്ല സക്സസ്ഫുൾ ആയിട്ടൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ? ഈ വിജയിച്ചവർക്ക് അല്ല ഈ സക്സസ്ഫുൾ ഹാബിറ്റ് മോർണിംഗ് റൊട്ടീനൊക്കെ ഫോളോ ചെയ്ത് എല്ലാവരും വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഈ പറയുന്ന പോലെ പഠനങ്ങൾ നടത്താത്തത് കൊണ്ടായിരിക്കാം, സ്വന്തമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം അവർക്കൊക്കെ പരാജയങ്ങൾ സംഭവിച്ചു പോകുന്നത്. അപ്പോ പക്ഷെ നമ്മൾ ഈ വിജയിച്ചവരുടെ സ്റ്റോറി എടുത്തു നോക്കിയാൽ, സക്സസ് സ്റ്റോറി നമ്മൾ ഒന്ന് ചികഞ്ഞു നോക്കിയാൽ ഈ പറയുന്ന ഹാബിറ്റുകളൊക്കെ അവർക്ക് ഉണ്ടായതായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എനിവേ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 1-2 സെക്കൻഡ് സമയം തരാം. ഓക്കെ അല്ലേ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തോടെ? എല്ലാവരും ഉറക്കത്തിലാണ്. മാഡം ഉം. പാർട്ടിസിപ്പൻസ് കുറഞ്ഞതുകൊണ്ട് പിന്നെ ടെൻഷൻ ആവണമെന്നില്ല. കുറെ പേര് എന്ത്? പങ്കെടുക്കാത്തതല്ല, പങ്കെടുക്കുന്നവരും അത് ശ്രദ്ധിക്കാതെ അക്സെപ്റ്റ് അതെ ചെയ്യുക. അതെ അപ്പൊ നമ്മൾക്കിത് വളരെ വാല്യൂ ആണെന്ന് മനസ്സിലാക്കിയവരും അത് സ്വീകരിച്ചവരുമാണ്. അതാണ് ഇതിന്റെ വിജയം. നമ്മളൊരു അല്ല ക്ലാസ്സിൽ ഒരു പേര് പങ്കെടുക്കുക എന്നുള്ളതല്ല, പങ്കെടുത്തവർ വളരെ ആക്റ്റീവ് ആവുക, അത് അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കറക്റ്റ്. അതുമല്ല ഇതിൽ കുറെ പേര് ഈ പറഞ്ഞ പോലെ ജോലിക്കൊക്കെ പോകുന്നവര് ഈ സമയത്തും ബിസി ആയിരിക്കും. അവര് റെക്കോർഡ് കാണുന്നുണ്ട്. റെക്കോർഡ് കണ്ടിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നവരും ഉണ്ട്. എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം ഇതാക്കുക എന്നുള്ളതാണ്, മുതലാക്കുക എന്നുള്ളതാണ്. മാം ഈ ഒരു മഴ ഞാന് സമയത്ത് പതിവായിട്ട് എന്തൊക്കെയാ വരാറുണ്ട്. പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് രാവിലെ അധിക ദിവസം കറണ്ട് ഉണ്ടാവാറില്ല. വൈഫൈ കണക്ഷൻ ആണ്. അപ്പം വരുമ്പോഴും മാത്രമേ കയറാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്ക് മിസ്സാണ്. റെക്കോർഡ് കിട്ടും. ആ അപ്പൊ റെക്കോർഡ് പക്ഷെ നമ്മൾ ലൈവ് കേറുന്നതിന്റെ ആ ഒരു ഇമ്പാക്ട് വേറെ തന്നെ ആണല്ലോ. അപ്പം റെക്കോർഡ് അതെ അതെ പിന്നീട് ചെയ്യാന്ന് വിചാരിച്ച് ലാഗ് ആക്കുമ്പോൾ അതെനിക്ക് ചില ക്ലാസ്സസ് മിസ് ആവാറുണ്ട്. മീൻസ് പിന്നെ ടൈം കിട്ടുക ഇപ്പോഴും നമ്മൾ മീൻസ് ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യുക. മറ്റേത് നമ്മൾ എന്താ പറയാ വേറെ ഒരു എൻഗേജ്മെന്റ് ആകുമ്പോൾ പിന്നെ ചെയ്യാ വിചാരിക്കുമ്പോൾ എനിക്കിപ്പം ഇന്നലത്തെ ക്ലാസ് ഒന്നും എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പം കേറാറുണ്ട് മാം. ഓക്കെ. എനിവേ എത്ര മണിക്കാ മെഡിറ്റേഷൻ? എന്താണ് മെഡിറ്റേഷൻ എത്ര മണിക്കാ സ്റ്റാർട്ട് ചെയ്യാ? സ്റ്റാർട്ട് ചെയ്യുന്ന സജന മാം എത്ര മണിക്കാ സ്റ്റാർട്ട് ചെയ്യുന്നത്? മെഡിറ്റേഷൻ 5 നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 5:30 തന്നെ 5:30 5:30 സ്റ്റാർട്ട് ചെയ്യും. 5 5:30 മിനിറ്റ് ആണല്ലോ സ്റ്റാർട്ട്. ഉള്ളത് മെഡിറ്റേഷൻ. അതെ. പക്ഷെ അത് ഭയങ്കര ഒരു ഫീല് തരുന്നുണ്ട്. നമ്മൾ ആ ശ്വാസം എടുത്ത് വിടുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതായത് കുറെ ടോക്സിക് ആയിട്ടുള്ള കുറെ മെമ്മറീസ് ഒക്കെ റിമൂവ് ചെയ്ത് പോവാനൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. 100 days നമ്മൾ കറക്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കും. അതാണ് ഈ ഒരു മെഡിറ്റേഷന്റെ ഗുണം. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ ലൈവ് പങ്കെടുത്തില്ലെങ്കിലും നമുക്ക് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്. അതിൽ പലതരത്തിലുള്ള മെഡിറ്റേഷൻ ആണ്. ഈ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ഈ ഒരു 6 മണി വരെ, ഇന്നിപ്പോ എനിക്ക് കുഴപ്പമില്ല, എത്ര സമയം വരെ വേണമെങ്കിലും ഇരിക്കാം. 6 മണി വരെ
നമുക്ക് ഏകദേശം ഒരു 5:45 6 മണി ആ ടൈം വരെ നമുക്ക് അതിനകത്ത് ക്ലാസ്സുകളും ഈ മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വരാത്ത സമയം ഞാൻ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ മോർണിംഗ് ഇപ്പോഴാണല്ലോ തുടങ്ങിയത്. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇമ്പാക്റ്റും വളരെയധികം ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് നമ്മളത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുക എന്നുള്ളത്. അതിന്റെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് കുറെ കൂടി വാല്യൂ ഉണ്ടാവുന്നത്, കുറെ കൂടി റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും താങ്ക് യു. നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം.